സ്വർണ്ണം ഒരു അസറ്റാണ്. അതിട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അസത്തുക്കളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ വില എന്താന്നുള്ളത്. ഇവിടെ വിലയില്ലാത്ത ഒന്നേ ഉള്ളൂ, മനുഷ്യൻ. ഈ മനുഷ്യൻ ഇവിടെ പോയി കിടക്കുക. തുടച്ചു വരുമ്പോ എന്റെ കൺമഷി കൺമഷി അടുക്കള ഇരിക്കണ്ട്. പൊട്ട നിന്റെ അച്ഛൻ. അതല്ല, ഞാൻ തൊടുന്ന പൊട്ടെന്ന് ചോദിച്ചതാണ്. ഓ, തൊടുന്ന പൊട്ടാണോ? അത് മച്ചിന്റെ മുകളിൽ ഇരിക്കണ്ട്. സോറി ഏട്ടാ, ഞാൻ കണ്ടില്ല കേട്ടോ. നീ എന്തടി എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയേക്കണ? ഈ കാറ് മേടിച്ചെന്ന് നീ എന്നെ റോട്ടിൽ നിർത്തിയിട്ട് നെഞ്ചത്തോട്ട് വണ്ടി കയറ്റാൻ നോക്കി. ഏട്ടാ അങ്ങനെ പറയില്ല ഏട്ടാ. ഏട്ടാ ഞാൻ ദൈവത്തെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനൊരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല മനസ്സിൽ. എടി നീ രാവിലെ പച്ചക്കള്ളം പറയല്ലേ? അതെ ഏട്ടാ, ആ പച്ചക്കറി കടക്കാരനെ എന്നെ പച്ചത്തെറിയാ പറഞ്ഞത്. പച്ചത്തെറിയാ? എടി പച്ചക്കറി കടക്കാരൻ പച്ചത്തെറിയ പറയും, പലരി കിടക്കാരൻ പല ടൈപ്പിലുള്ള തെറി പറയും. മനുഷ്യന്റെ ഒരു കാര്യം അതൊന്നുമല്ല. ഏട്ടനാ പച്ചക്കറി കടന്ന് കുമ്പളങ്ങയും മത്തങ്ങയും വെണ്ടക്കൊക്കെ കട്ടെടുത്താ പറഞ്ഞത്. അയ്യോ, സത്യമായിട്ട് ഞാനത് അങ്ങനെ മോഷ്ടിച്ചതല്ല. ഞാൻ പുള്ളിയോട് അവിടെ ചെന്നപ്പോ ചോദിച്ചു, ദാ കിടക്കണ പച്ചക്കാക്ക് എന്ത് വില വരുമെന്ന്. അപ്പൊ അയാൾ പച്ചക്കെടുക്കാൻ പോയ സമയത്തിന് ഞാൻ ഈ കൈ ഇങ്ങനെ താഴ്ത്തിയപ്പോഴേക്കും നേരെ കുമ്പളങ്ങ ചെന്ന് കൊണ്ടു. ഈ കുമ്പളങ്ങ നേരെ എന്റെ സഞ്ചിയിലേക്ക് വീണ്. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, ദാ കിടക്കുന്ന അച്ചിങ്ങക്ക് എന്താ വിലയെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആ പുള്ളി അച്ചിങ്ങ എടുക്കാൻ പോയ നേരത്തിന് ഞാൻ ഈ കൈ താഴ്ത്തിയപ്പോ അത് നേരെ വെള്ളിരിക്ക ചെന്ന് കൊണ്ടു. അത് നമ്മുടെ സഞ്ചിയിലേക്ക് വീണു. പിന്നെ അത് സഞ്ചിയിൽ വീണല്ലേ എന്ന് ഓർത്ത് ഞാനത് കൊണ്ട് ഇങ്ങ പോന്നു. അതിനാണ് അയാൾ മോഷ്ടിച്ചെന്ന് പറയണത്. എന്നിട്ട് അയാളുടെ എന്തോ ഒരു പച്ചത്തറിയോ പറയുന്നറിയാവോ? ആൾക്കാർ മുഴുവൻ കേട്ടു. എനിക്ക് എന്തോ ഒരു നാണക്കേടായെന്നറിയാവോ? അത് വലിയ കാര്യമാക്കണ്ട നീ. ചില സമയങ്ങളിൽ നമ്മുടെ സമയം വളരെ മോശമായിരിക്കും, നീ അങ്ങനെ വിചാരിച്ചാൽ മതി. എന്റെ സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, സാമ്പാർ നല്ല രസമായിരുന്നു. വലിച്ച് പുളിച്ചിരുന്നു. എന്ത് സാമ്പാർ നീ ഉണ്ടാക്കിയത്? അല്ലാതെ രസമായിരുന്നു ഉണ്ടാക്കിയത്. ഓ, അത് രസമായിരുന്ന? ഞാൻ മിനിഞ്ഞാന്നുണ്ടാക്കിയ സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നേട്ടാ? ഓ, അത് കൊള്ളായിരുന്നേട്ടാ. പുളിച്ചിരുന്നേച്ചി. അത് ശരിക്ക് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ മേടിച്ച് വെച്ചിരുന്ന തക്കാളിയും വെണ്ടക്കയും ക്യാരറ്റും ഒക്കെ എടുത്തുണ്ടാക്കിയ സാമ്പാർ. അത് നീ കണ്ണിലും മൂക്കിലും ഒക്കെ വെച്ചോണ്ടിരുന്ന തക്കാളി എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കിയല്ലേ? പിന്നെ ഏട്ടാ, നമ്മുടെ മോനെ ഒരു സംശയം. ആരെന്നെയാണോ? അല്ലെന്നേ, അവന് പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് ഭയങ്കര സംശയമാണ് അവന്. എനിക്കതറിയാം. അതുകൊണ്ടല്ലേ എന്നും രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ വരണത്. അപ്പൊ അതുവരെ ചേട്ടന് കുഴപ്പമില്ല, അവൻ എന്നോടായിരിക്കും സംശയം ചോദിക്കുന്നത്. എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത. അവൻ നിന്നോട് സംശയം ചോദിക്കുമ്പോഴേ നീ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ മറ്റേ വലത്തെ മുറിയില്ലേ ഇല്ലേ, അതിന്റെ അകത്തോട്ട് കയറി വാതിലടക്കുക. അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് വരുമ്പോ പറ ഈ മുറിക്കകത്ത് കോക്കാച്ചി ഉണ്ടെന്ന്. അപ്പൊ അവൻ അങ്ങോട്ട് വരികയില്ല, സംശയം ചോദിക്കില്ല. അതൊന്നും അല്ല മനുഷ്യ, അവന് പഠിക്കുന്ന വിഷയത്തിന് ട്യൂഷൻ ടീച്ചറെ ഏൽപ്പിച്ചാൽ പറ്റൂ. എന്നിട്ട് വേണം നിനക്ക് എന്നെ സംശയിക്കാൻ. ഇതിപ്പോ കൊച്ചിന് മാത്രമല്ല സംശയമുള്ളൂ, അത് നമുക്ക് വിശ്വസിക്കാത്തൊരു മനുഷ്യൻ. അതെ, ചന്ദ്രേട്ടൻ കണ്ടായിരുന്നു. ആ, കുറച്ചു മുമ്പേ ഇതുവഴി നേരെ അങ്ങോട്ട് പോണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നേരെ ലേഡീസ് ഹോസ്റ്റലിൽ കയറി, അവിടുന്ന് നേരെ ബ്യൂട്ടി പാർലറിൽ കയറി, അവിടെ നേരെ മീൻ മേടിക്കുന്ന ചന്തയിലേക്ക് പോണ്ടായിരുന്നു. ചന്ദ്രേട്ടനോ? ആ പിശാചിന് എവിടെ പോയെന്ന് എനിക്കറിയോ. അവന്റെ പെണ്ണുമ്പോളുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ടല്ലേ? നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ടുകൊടുക്കല്ലേ? സ്വന്തം ഭർത്താവിന് ദൈവത്തെ പോലെ ഞാൻ കാണുന്നത്. എന്നോട് ചതി ചെയ്യരുതേട്ടാ. എന്റെ ദൈവമേ, ഞാൻ ഏത് പെണ്ണിന്റെ പുറകെ പോയാലും ഇവൾക്ക് സംശയമാണല്ലോ. എത്ര കല്യാണാലോചന വന്നാന്നറിയോ? ഞാൻ ഒന്നും സമ്മതിച്ചില്ല. ഇങ്ങനെ മാത്രം കിട്ടി. ഈ മൂതുകരെങ്ങനെ എനിക്ക് അനുഭവിക്കണം എങ്കിലും ശരിയാവും. എത്ര കല്യാണാലോചന വന്ന ഇവള് കെട്ടിയില്ല. എടി, നീ കല്യാണാലോചന ഒന്നും ഇപ്പൊ കെട്ടില്ല. നിന്നെ കെട്ടിയപ്പോ ബാക്കിയുള്ളവൻ ആലോചന എങ്ങനെ ജീവിക്കും എന്നുള്ളത്. ഞാൻ പോവാ, പുറത്തേക്ക് പോവാണ്. ആരുടെ പുറത്തോട്ട്? ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണെന്ന്. നീ പുറത്തോട്ട് പോകണമെല്ലാം കൊള്ളാം. പുറപ്പെട്ടു പോകണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ. ദൈവത്തെ ഓർത്ത്. പുറത്തോട്ട് പോകണത് പുറപ്പെട്ടു പോകണമെന്ന് ഞാൻ തിരിച്ചിങ്ങോട്ട് വരും. അതിനുവേണ്ടി തന്നെയാണ്. എടി, പ്രായപൂർത്തിയായ പെൺപിള്ളേര് കുടുംബത്തിരിക്കണം, മനസ്സിലായ? പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ കുടുംബത്തിരുന്നാൽ അച്ഛനമ്മമാർക്ക് ടെൻഷൻ. അതുകൊണ്ടാണ് പുറത്തേക്ക് പോണത്. മനസ്സിലായ നിങ്ങൾക്ക്? ആണാ? എടി, നിന്നെ കെട്ടിക്കൊണ്ടുവന്നപ്പോ ബാക്കിയുള്ളവനാ ടെൻഷൻ, മനസ്സിലായ? ആ, അതെ. പിന്നെ വേറൊരു കാര്യം, മാലയൊക്കെ ആൾക്കാർ ബൈക്കിൽ ഹെൽമെറ്റും വെച്ചുകൊണ്ട് പൊട്ടിച്ചു കൊണ്ടുപോണ കാലമാണ്. മാലയൊക്കെ സൂക്ഷിക്കണേ. അയ്യടാ, ഞാൻ ഈ 3 പവന്റെ മാല മേടിച്ചേക്കണതേ വീട്ടിൽ പൂട്ടി വെക്കാനായിട്ടല്ല. എനിക്കിത് എല്ലാരും ഒന്ന് കാണിക്കണം. ശാന്തേനെയും സരളേനെയും സരസ്വനെയൊക്കെ കൊതിപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇട്ടോണ്ട് പോകും. തീർച്ച. എടി, നീ ഇത് ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ കള്ളന്മാരും ഒന്ന് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോകും. അപ്പൊ നീ പറഞ്ഞ ശാന്തയും സുധർമ്മണിയും അവരെന്നല്ല നീ പോലും കാണില്ല ഈ മാല. പിന്നെ അതിന് എനിക്കറിയാം എന്റെ മാല സൂക്ഷിക്കാൻ. മനസ്സിലായ? എടി പിശാചേ, നീ പുറത്തോട്ട് പോകുമ്പോ മുക്കുപണ്ടത്തിന്റെ മാല ഇട്ടുകൊണ്ട് പോ. അയ്യോ, മുക്കുവന്റെ മാല ഇട്ടോണ്ട് പോകാത്ത കുഴപ്പമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച രാധമേണ്ടല്ലോ മുക്കുവന്റെ മാല ഇട്ടോണ്ട് പോയത്. എന്നിട്ട് കള്ളൻ ഹെൽമെറ്റ് വെച്ചത് പൊട്ടിച്ചോണ്ട് പോയി. ഒരു 10 മിനിറ്റ് വന്നിട്ട് ഒറ്റ അടിയും കൊടുത്തിട്ട് മാല ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് നാളെ അവരുടെ മുക്കുപോവന്റെ മാല ഇട്ടുകൊണ്ട് നടക്കാനെന്ന്. അറിയോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടാ. എന്റെ മാലേ നോക്കാൻ എനിക്കറിയാം. നിന്നെ കണ്ടു കഴിഞ്ഞാലേ യക്ഷി ഇറങ്ങി വരണോർത്ത് മാല എടുക്കാൻ ഒരു പട്ടി അങ്ങോട്ട് വരില്ല. പോണ പോക്ക് കണ്ടില്ലേ? പിന്നെ എന്റെ മാലയല്ലേ പൊട്ടിക്കാൻ പറ്റത്. എന്റെ മാല പൊട്ടിക്കാൻ പറ്റുന്ന എനിക്കൊന്ന് കാണണം. എങ്കിലും അവനെ ഉണ്ടല്ല, ഈ ബാഗ് കൊണ്ട് അടിച്ച് അവന്റെ തല ഞാൻ പൊട്ടിക്കും. ആഹാ, അത്രക്കായോ? ഞാൻ ആരാന്നവനെ ശരിക്കും കാണിച്ചു കൊടുക്കാൻ. ഞാൻ മരട്ടിങ്ങട് കളി എന്നോടാണ്. ഇത് ഞാൻ കാശ് കൊടുത്ത് പഠിച്ചാണെങ്കിലേ കൊണ്ടടക്കാനും എനിക്കറിയാം. വന്നേക്കണു.
എടോ, ദുഷ്ടാ, വഞ്ചക, സ്ത്രീകൾക്ക് മാലയിട്ട് പുറത്തെടുക്കാൻ പറ്റില്ലടാ. ചെകുത്താനെ കാശ് കൊടുത്ത് മാലയിടിക്കണം, മാലക്കള്ള. നിന്നൊക്കെ എന്താ ചെയ്യണമെന്നറിയാം? കൊല്ലടി കൊല്ലന്നെ അങ്ങോട്ട്. അയ്യോ ഏട്ടനായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല ഏട്ടാ. എടി നീ ഫോൺ എടുക്കാൻ പറഞ്ഞാ? മറന്നേട്ടാ. എടി ആ ഫോൺ കൊണ്ടു തരാൻ വേണ്ടി വന്നതാടി ഞാൻ. അപ്പൊ ഏട്ടന് വാ തുറന്നൊന്ന് പറഞ്ഞൂടെ എന്നാ? അതിന് ഹെൽമെറ്റ് എടുക്കാൻ നീ ഒന്ന് സമ്മതിക്കണ്ടേ? ഏട്ടന് ഹെൽമെറ്റ് എടുത്തുണ്ടായിരുന്നു. നിന്നെ തല്ല പോടി അവിടെ നിന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിരവധി സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമായിട്ട് വരികയാണ് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിലൂടെ നമുക്കെല്ലാം ശ്രദ്ധേയനായ കോട്ടയം ദിലീപ്. സ്വാഗതം ചെയ്യാൻ നമുക്ക് കോട്ടയം ദിലീപിനെ വേദിയിലേക്ക്. നമസ്കാരം ദിലീപ്. അപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ദിലീപേട്ടൻ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിൻ്റെ കരുത്തുറ്റ നായകൻ ശ്രീ മുരളിച്ചേട്ടൻ്റെ ശബ്ദമാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മലയാളത്തിൻ്റെ കരുത്തുറ്റ നടൻ മുരളി. മിസ്റ്റർ വിശ്വം, 500 കോടിയുടെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയവന്റെ നിസ്സംഗത ഇല്ലെങ്കിൽ 16-ാമത്തെ വയസ്സിൽ റഹുലാങ്കൊല കേസിൽ ജയിലിൽ പോയതിന്റെ ജനാവെന്ന് കൂട്ടും. ഒരു സ്ഫോടനം, ഒരു ലഹള മതിയടോ. തലസ്ഥാനത്തെ ക്രമസമാധാനം നഷ്ടപ്പെടും ഡൽഹിയിൽ നീ അറിഞ്ഞു. അതാ തിരുവനന്തപുരത്തെ പൾസ് അല്ലേ മിസ്റ്റർ തേവള്ളിപ്പറമ്പൻ? മലയാളത്തിൻ്റെ കരുത്തുറ്റ നടൻ തിലകൻ അല്ലേ വേദിയിലേക്ക് എത്തുകയാണ്. തിലകൻ. എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? കൃഷിക്കാരിനെ നോക്കാൻ ഒരു വാർത്ത. അച്ഛൻ്റെ ജരാങ്ങൾ ഏറ്റുവാങ്ങിയ മകന്റെ കഥയല്ലത്. സ്വന്തം യൗവനം പിറഞ്ഞുടച്ച 6 വർഷം അച്ഛനെയും അമ്മയും കരയിച്ച മകനാണ്. ഓണം, വിഷു, റംസാൻ, ദീപാവലി 16 അടിയന്തരം ഇതാകട്ടെ കലണ്ടർ മനോഹരന്റെ അപ്പൻ്റെ തന്നെ. ഓക്കെ, ഈ കയ്യടി കേട്ടാൽ തന്നെ അറിയാം ജനങ്ങൾ നന്നായി സ്വീകരിച്ചു എന്നുള്ളത്. അടുത്ത ഏതാണ്? ഷമ്മി തിലകൻ. ഓക്കെ. ഈ സഗീർ ഭായ്, മുസ്തഫ ഹാജിയുടെ ജീവൻ എടുക്കാൻ ഞാനും ദേവദേവ നബിയും റെഡ്ഡി ബ്രദേഴ്സും കൂടെ നെറികേണ്ട ലീഗ് കൊണ്ടൊക്കെ പിന്നെ തടുത്ത് നിൽക്കാനുള്ള കൈകരൊന്നും ഉണ്ടാവില്ല സഗീർ ഭായ്. എന്നെ പോലുള്ള നീചന്മാരുടെ പൊരു നിൽക്കാനാവില്ല സഗീർ ഭായ്. എന്താ പറ്റുമോ? കൂട്ടി കൊടുക്കാൻ പറ്റും സഗീർ ഭായിക്ക്. കൂടെ നിൽക്കുന്നവന്റെ കുതികാൽ കൊത്താൻ പറ്റും സഗീർ അലിക്ക്? പറ്റില്ല ഭായി. ബട്ട് അയക്കാൻ കൂട്ടി കൊടുക്കാം, കുതികാൽ വെട്ടാം, എന്തും. വരട്ടെ സഗീർ അലി ഹുസൈൻ. ഓക്കെ, നല്ല ശബ്ദമായിരുന്നു, നന്നായിട്ട് അനുകരിച്ചു. ഇനി അടുത്തത് നമ്മുടെ ഇത് അതുപോലെ തന്നെ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിൻ്റെ ഏക നടൻ കാർലോസ്. എടാ 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 കഴിവേറിക്ക മകനെ, എന്നെയും ഈ നിൽക്കുന്ന മേനൂനെയും കൂടെ കൂട്ടി തുണിയില്ലാമൊരു ചോദ്യം ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ കമ്മീഷൻ. എടാ പറയാൻ, എടാ കളിക്കുമ്പോഴേ ആളെന്തരം കൂടെ നോക്കണം. എന്നാ ഒന്ന് ചിരിയടാ. മതി മതി. പടോ. ഓക്കെ, അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇനി അടുത്ത ആരാണ്? ഇനി നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും ഇംഗ്ലീഷ് വില്ലൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നടനുണ്ട്. ആരെന്ന് പറയാമോ? ജോസ് പ്രകാശ് Yes. അല്ലേ? ഓക്കെ, നമ്മുടെ പഴയകാല വില്ലൻ ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ ബാബു, ഹൗ ആർ യു? ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ വന്നവരാരും തന്നെ എന്നെ വില്ലൻ ഡിഗ്ലോസും തികച്ച് വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ചവരാരും തന്നെ ഇന്ന് ജീവിച്ചു നിന്നിട്ടുമില്ല. പക്ഷെ ഓൾക്കൂട്ടൻ അപ്പം നിന്റെ മമ്മിയുടെ കാര്യം ഐ വിൽ ഷൂട്ട് യു. സായികുമാറിന്റെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ സിനിമയിലെ ഡയലോഗ്. തീർച്ചയായിട്ടും അധികം ആരും അനുകരിക്കാത്ത ശബ്ദങ്ങളൊക്കെയാണ് കോട്ടയം ദിലീപ് അനുകരിക്കുക. വാസന്തി, നീ മിടുക്കിയ. നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് വിനോദിന് അങ്ങൊരു കയ്യബദ്ധം പറ്റി. പറ്റും, ആർക്കും സംഭവിക്കും. അത്രയ്ക്ക് സുന്ദരിയ നീ. ഇതിന്റെ പേരിൽ നിനക്കെങ്ങാനും കയ്യബദ്ധം പറ്റിയാൽ, അതായത് പുറത്തെങ്ങാനും പോയി പറഞ്ഞാൽ, നീയും നിന്റെ കുടുംബത്തിൽ നിന്ന് കത്തും. അങ്ങനെ സംഭവിച്ചാൽ രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കൂ? ഇല്ല.
രാമുവിന്റെ കണ്ണ് ഓപ്പറേഷൻ നടത്തണ്ടേ? വേണം. എന്നാ വസന്തി, നീ വീട്ടിലോട്ട് ചെല്ല്. രാമുവിനെ ഞാൻ വന്ന് കണ്ടോളാം. മനോജ് കെ ജയൻ. ബോംബെ വാല ഫാൻറ്റം പൈലി പോയില്ലേ? ഒന്നു ഞാൻ ബാസ്റ്റന്റെ നേരെ 3 എണ്ണം വന്നു, 3ഉം പോയില്ലേ? ദോസ്തേ, ഈ പുല്ലന്റെ മോനോട് പാമ്പറ, ഇല്ലേ വന്ന പള്ളയ്ക്ക് ഓട്ടയിടും. വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഇടിയൻ സാറേ. ഓക്കെ, നന്നായിട്ടുണ്ട്, അടിപൊളി. സുരാജ് വെഞ്ഞാറമ്മോട്. അപ്പൊന്ന ചിലര് പറയുന്നത് ഞാൻ കട്ടെന്നും അണ്ണം മുക്കിയെന്നും. പക്ഷെ നമ്മൾക്കറിയാം ഞാൻ കട്ടില്ലെന്നും അണ്ണം മുക്കിയിട്ടില്ലെന്നും. എന്റെ ശബരിമല മുരുക ദന്തരപാളക്കാണ് പൊളക്കണത്, തള്ള ഏവാളെ പോലെയാണ് കേട്ടാ. ഓക്കെ, അടിപൊളി. താങ്ക് യു.